പാണക്കാട് തങ്ങന്മാരെ പവറും ഇതും പറഞ്ഞിട്ട് മാത്രം ആൾക്കാരെ നിലനിർത്തുക പാർട്ടിയിൽ. അതും അന്യം നിന്ന് പോവുക, അന്യം നിന്ന് പോകണേ. അവിടുത്തെ ഓരോരോ കാട്ടിക്കൂട്ടലുകൾ പുറത്തേക്ക് വരുന്നത് കണ്ടാൽ അതും അന്യം നിന്ന് പോകുന്ന അവസ്ഥയാണ്. അത് മാത്രമല്ല, അപ്പോൾ അതുപോലെ വ്യക്തിപരമായ കാര്യമാണ്. എന്നാലിപ്പോൾ ഇന്നാളിപ്പോൾ അബ്ബാസ് അലി ശാബ്ദങ്ങളെ മോൻ്റെ എന്തൊരു കല്യാണം കഴിഞ്ഞു. അതിപ്പോൾ എന്നോട് പറയേണ്ട കാര്യമല്ല പറയേണ്ടത്. അപ്പോൾ നമ്മളെ മുന്നിൽ കൂടെ ഇങ്ങനെ പിണറായി പോവാണ്, കോടിയേരിൻ്റെ പിണറായി പോണ്, റിയാസ് പോണ്, സതീശൻ ഓക്കെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാക്കൾ മുഴുവൻ പോണ്, BJP. എന്നിട്ട് നമ്മൾ ഭയങ്കര ഒരു സംഭവം, അവിടുത്തെ ജനങ്ങളോടുള്ള കാരുണ്യം ഒഴുകേണ്ടത്, അവിടുത്തെ മറ്റുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഇവർക്ക് പറ്റിയ ആളുകളെ മാത്രം മതി, ഒരു സാധാരണക്കാരനെ ആർക്കും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ്, അപമാനിതരാണ് നമ്മൾ തന്നെ പ്രവർത്തിക്കുന്നത്. പിന്നെ എന്ത് അഭിമാനകരമായ അസ്തിത്വമാണ് നമ്മൾ ഈ പ്രവർത്തകരോട്, താഴെക്കടയിലുള്ളവരോട് എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ന് താഴെക്കടയിൽ MSF-ലുണ്ടാ, യൂത്ത് ലീഗിലുണ്ടാ? ഞങ്ങൾ ചേറ്റിപ്പുറമാട്ടിലൊന്നും സത്യത്തിൽ ആരുമില്ല. യൂത്ത് ലീഗിൻ്റെ ഒരു കമ്മിറ്റിയോ ഉണ്ടാക്കാനോ യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകരോ ആയിട്ടില്ല. മുമ്പ് ഉണ്ടായി വന്നേ ഞങ്ങൾ വാപ്പാര് ലീഗായി, അങ്ങനെ മക്കൾ ലീഗായ കുറച്ച് ആളുകൾ മാത്രം. അതുതന്നെ ഇവിടൊക്കെ ഒരു സത്യത്തിൽ ഇപ്രാവശ്യമൊക്കെ നമ്മളെ ബൂത്തിലൊക്കെ 127 വോട്ടാണ് ഭൂരിപക്ഷം. അതൊക്കെ ഒരു വൻ ഭൂരിപക്ഷമാണ്, ചില്ലറ ഭൂരിപക്ഷം ഒന്നുമല്ല. കാരണം ഇതുപോലത്തെ ഒരു ബൂത്തിൽ ഏകദേശം 300ഓളം ഹിന്ദു വോട്ടും ആകെ 900 വോട്ടിൽ 300ഓളം ഹിന്ദു വോട്ടുള്ളൊരു വാർഡിൽ ഈ സഭാഹ് AP വോട്ടൊക്കെ ഉള്ള സ്ഥലത്ത് അവരെ 400 വോട്ടിൽ ഒതുക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ 400 വോട്ടില്ല 300 വോട്ടിൽ ഒതുക്കാൻ കഴിഞ്ഞത് ഞങ്ങളൊക്കെ സാധാരണക്കാരെ പ്രവർത്തകരെ നേട്ടം തന്നെയാണ്. അല്ലാതെ ഷാജിൻ്റെ പ്രസംഗമോ തങ്ങന്മാരെ ഇതോ ഒന്നും വെച്ചിട്ടൊന്നല്ല. അപ്പോൾ അതിന് താഴേക്കടിയിലുള്ള പ്രവർത്തകരെ മാനിക്കാതെ എന്ത് നേതൃത്വം മുന്നോട്ട് പോകില്ല? ഒരു ഗ്രാമസഭയിൽ ഒരു മണിക്കൂർ ആ ഗ്രാമസഭ തീരോളം പ്രസിഡന്റിന് ഇരിക്കാൻ സമയമില്ല, ഇരിക്കാൻ കഴിയണം. അപ്പോൾ ചോദിച്ചു മറ്റേ വാർഡ് 20-ാം വാർഡ് വെച്ചു, എന്തിനാ സമയമില്ലേ? 20-ാം വാർഡ് വേറൊരു സമയത്തും 23-ാം വാർഡ് വേറൊരു സമയത്തല്ലേ വെക്കേണ്ടത്? നമ്മളൊക്കെ 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടി എഴുതി കൊടുത്തിങ്ങനെ, അതൊന്ന് കേൾക്കാൻ പോലും അയാൾ 5 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് പോയി. ഈ ബൂത്ത് കമ്മിറ്റി, അന്നത്തെ ബൂത്ത് കമ്മിറ്റി കൺവീനറാണ് ഈ സംസാരിക്കേണ്ടത്, കൺവീനർ ചെയർമാൻ സംസാരിക്കേണ്ടത്. അന്ന് നമ്മളെ മുസ്ലിം ബൂത്ത് കമ്മിറ്റിൻ്റെ അന്നത്തെ പഴയ വാർഡ് മുസ്ലിമിൻ്റെ പ്രസിഡൻറ്റും ആണ് ഈ സംസാരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പോലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മളിതിന് താഴെക്കടിയിലെ പ്രവർത്തകരെ എങ്ങനെയാണ് ഇവരെന്ന് കാണാൻ ശ്രമിക്കുക? നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മളെ വാർഡുകളിൽ ഒരു MLA മുഖേന പരിഹരിക്കേണ്ടതുണ്ട്, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഖേന പരിഹരിക്കേണ്ടതുണ്ട്. നമ്മൾ കുറച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ട് കാര്യമായ അത് വീട്ടിൽ വിളിച്ചെടുത്തി ഈ നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണ്, MLA എന്നുള്ളവർക്ക് ഞാൻ പരിഹരിക്കേണ്ട പ്രശ്നം എന്താണ്? ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയിച്ചു പോയി, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലക്ക് അസ്ലു പരിഹരിക്കേണ്ട പ്രശ്നം എന്താണെന്ന് ചോദിക്കാൻ ജനങ്ങൾ തയ്യാറുണ്ടോ? 34,000 വോട്ട് ജില്ലാ പഞ്ചായത്തേക്ക് ഭൂരിപക്ഷം കൊടുത്തു നമ്മൾ പ്രവർത്തകർ. ഇവരൊക്കെ എന്താ വിചാരിച്ചത്? ഇവരൊക്കെ പ്രസംഗത്തിൻ്റെ ഇതിൻ്റെയും ബാക്കിയായിട്ടാണ് ഈ വോട്ടൊക്കെ കിട്ടിയിരുന്ന? ഓരോ പ്രവർത്തകർ എത്ര കഷ്ടപ്പെട്ടാണ് ഈ വോട്ടർമാരെ എന്തെല്ലാം കളവും എന്തെല്ലാം കാര്യങ്ങളും എന്തെല്ലാം ആനുകൂല്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ഈ വോട്ടർമാരെ ഈ ഒരു 600-700 വോട്ട് ഒരു ബൂത്തിൽ എത്തിച്ചാൻ വേണ്ടി ശ്രമിച്ചത്. ഇവർ ബൂത്ത് കമ്മിറ്റിക്ക് എന്താ ചില്ലറം കൊടുത്ത് അത് അത് ആ തെരഞ്ഞെടുപ്പിലാണ്ട് ജയിച്ചു പോയി. 2 സ്വീകരണം കഴിഞ്ഞ, ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ, അടുത്ത 5 എണ്ണം കഴിഞ്ഞിട്ട് ഇനിയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ടേ? അപ്പോൾ കുഞ്ഞപ്പാനെ പോലൊക്കെ കാലത്തെ അങ്ങനത്തെ നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവുമെന്ന് വെക്കാം. ഈ സാധാരണക്കാരെ MLA-മാർക്കും ഒരു മന്ത്രി അയച്ചിട്ടും എന്താ ഇത്ര വലിയ തിരക്ക്? കല്യാണത്തിന് പോയാലും മരിച്ചോടത്ത് പോയാലും ഒന്നും മാത്രമൊന്നല്ല, എല്ലാ വാർഡിലും ഒരു ദിവസം വേങ്ങര ഉപയോഗിച്ച് എല്ലാ വാർഡിലും പ്രവർത്തകരെ വിളിച്ചു കൂട്ടി ഒരു വീട്ടിലോ ഒരു ഓഫീസിലോ ഈ വാർഡിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ പ്രശ്നങ്ങൾ എന്താണ്, ഈ വാർഡിൽ വികസന പ്രശ്നം എന്താണ്, നീ എന്തെങ്കിലും ആരെങ്കിലും നമ്മൾ കണ്ടുക്കണം? ഏതെങ്കിലും ഒരു MLA, ഈ ഒരു MLA മാത്രമല്ല, ഈ MLA-ൻ്റെ ചില സംസാരങ്ങളും സ്പീച്ചൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിച്ചും ഇത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്.
നമ്മൾ 2 തെരഞ്ഞെടുപ്പ് യോഗത്തിലും പങ്കെടുത്തു. സാധാരണക്കാരെ അഡ്രസ്സ് ചെയ്യാനാണ്. എന്ത് സാധാരണക്കാരെ അഡ്രസ്സ് ചെയ്യാൻ? ഭയങ്കര വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ എന്തെങ്കിലും വിവാദങ്ങൾ, വലിയ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ, പിന്നെ PMY വിവാദം, മറ്റ് വിവാദങ്ങൾ, വലിയ ഒച്ചപ്പാടും വിവാദങ്ങളും ഉണ്ടാക്കുക എന്നല്ലാതെ എന്തെങ്കിലും ഒരു പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം നൽകേണ്ടത് എന്തിനാ? മണ്ഡലം കമ്മിറ്റി ആയാലും പഞ്ചായത്ത് കമ്മിറ്റി ആയാലും ഇവരെ സോപ്പിട്ട് മണിയടിക്കാനല്ല. ഈ സാധാരണക്കാർ ഈ സഭാഹിൻ്റെ മുമ്പിലൊക്കെ 30,000 വോട്ട്, ഈ 90,000 വോട്ട് ഈ വേങ്ങര മണ്ഡലത്തിൽ 75,000 ലീഗുകാർ ചെയ്ത വോട്ട്, ഒരു 5,000 കോൺഗ്രസ്സുകാരും ചെയ്ത വോട്ട്. അതിന് ഒരു കോൺഗ്രസ് പ്രവർത്തനം കിട്ടുന്ന വില പോലും ഒരു ലീഗിൻ്റെ ആൾക്ക് കിട്ടുന്നുണ്ട് അവിടെ, ലീഗിൻ്റെ നേതാവിന്. ഇവരെ പോലും ഈ ചെറിയതാക്കിയ ഒരു സംഘം മാത്രം അവർക്ക് ആൾക്കാരായിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ച് നേതാക്കളല്ല ഈ ജയിപ്പിച്ചിട്ടുള്ളത്. ഈ പഞ്ചായത്ത് നേതാക്കുമ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമൊന്നല്ല, ഒരു യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റും സെക്രട്ടറി മാത്രമൊന്നല്ല അവരെ ജയിപ്പിക്കാൻ അധ്വാനിച്ചത്. ഈ ജയിപ്പിക്കാൻ കഷ്ടപ്പെട്ട അവർക്കൊക്കെ പല സ്ഥാനങ്ങളും പാർട്ടിയിൽ എന്നും കിട്ടും. പാർട്ടിയിൽ സ്ഥാനമുണ്ട്, ജോലിയുണ്ട്. അവർക്കല്ല, സാധാരണക്കാരെ പ്രവർത്തകർ, അവർക്കത് ഉണ്ടായിക്കോട്ടെ, കിട്ടിക്കോട്ടെ, സ്ഥാനമാനങ്ങൾ ഉണ്ടായിക്കോട്ടെ, സാമ്പത്തികം കിട്ടിക്കോട്ടെ. സാധാരണക്കാരെ പ്രവർത്തകരെ തല ചൊറിഞ്ഞല്ല ഒരു MLA മുന്നിലും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മുന്നിലൊന്നും നിൽക്കേണ്ടത്. ഇപ്പം മിഞ്ഞാന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഗ്രാമസഭയിൽ മര്യാദക്ക് 1/2 മണിക്കൂർ ഇരുന്ന് ജനങ്ങൾ കേൾക്കാൻ തയ്യാറായ 5 മിനിറ്റ് വന്നുകാണ്ട് ഈ പഞ്ചായത്ത് മെമ്പർ വീണ്ടും പോയി. എന്തിനാ ഇവർ 2 വാർഡും കൂടി ഒരു ദിവസം വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? 5 മിനിറ്റാണ് കുഞ്ഞുട്ടിയാക്ക മിഞ്ഞാന്ന് 23-ാം വാർഡ് ഗ്രാമസഭയിൽ. എന്ത് തിരക്കാണ് കുഞ്ഞുട്ടിയാക്കൊക്കെ ഉള്ളത്? അങ്ങനെ തിരക്കുള്ള ആളുണ്ടെങ്കിൽ ഇത് ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ദിവസം ആ വാർഡിലെ ജനങ്ങൾ 10-40 ആൾ കൂടെ ജനങ്ങളെ പ്രയാസങ്ങൾ പറയാൻ കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവരൊക്കെ ഇത് ഏറ്റെടുക്കേണ്ട കാര്യം? ഇത് എന്ത് മുസ്ലിം ലീഗാണ്, എന്ത് CHന്റെ ലീഗ്, എന്ത് കായികമില്ലത്തിൻ്റെ ലീഗ്? ഒരു MLAക്ക് ഒഴിവില്ല, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജനങ്ങളെ പ്രശ്നം കേൾക്കാൻ ഒഴിവില്ല. അതിന് അവിടെ വന്നിട്ട് ഓഫീസിൽ വന്ന് തവന്ന് ക്യൂവന്ന് അങ്ങനെയല്ല വേണ്ടത്. 7 മണ്ഡലത്തിൽ ഓരോ ദിവസം ഒരു പഞ്ചായത്തിൽ 23 വാർഡിൽ 1/2 മണിക്കൂർ ഒരു പരിപാടി വെച്ചിട്ട് ഈ പ്രശ്നങ്ങൾ, ആ വാർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ടോ? അത് ഇങ്ങോട്ട് വരണം. നമ്മൾ അന്ന് വന്നല്ലോ, വോട്ട് കിട്ടാൻ വേണ്ടി വന്നല്ലോ ഓരോ പ്രദേശത്തും. അന്ന് പോലും എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ അന്നത്തെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ കല്യാണത്തിൻ്റെ അന്ന് അത്രയും സ്ത്രീകളുണ്ട് അവിടെ. ആ സ്ത്രീകളോട് വോട്ട് ചോദിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. വോട്ട് ചോദിക്കാൻ രാഷ്ട്രീയമായിട്ട് വോട്ട് ചോദിക്കേണ്ട വേദിയല്ല. ഞാൻ KM ഷാജിയാണ്. ഞാൻ വന്നതാണ്, എന്നെ സഹായിക്കണം എന്നൊന്ന് പറഞ്ഞൊന്ന് സ്റ്റേജിലൊന്ന് കയറാൻ വേണ്ടി പറഞ്ഞ് അയാൾ കൈ തട്ടി പോവുക ചെയ്തത്. അപ്പോൾ സത്യത്തിൽ ഞാൻ ഇന്നേ വരെ അത് പുറത്തു പറഞ്ഞില്ല. അന്ന് നമ്മൾ ഇവിടെ യൂണിറ്റിലെ ഓരോ പ്രവർത്തകരെ കൊണ്ടും വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഈ ബൂത്ത് കമ്മിറ്റി, അന്നത്തെ ബൂത്ത് കമ്മിറ്റി കൺവീനറാണ് ഈ സംസാരിക്കേണ്ടത്. കൺവീനറുടെ ചെയർമാൻ സംസാരിക്കേണ്ടത്. അന്ന് നമ്മളെ മുസ്ലിം ലീഗിൻ്റെ ബൂത്ത് കമ്മിറ്റിൻ്റെ അന്നത്തെ പഴയ വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റും ആണ് ഈ സംസാരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പോലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മളിലും താഴെക്കടയിലെ പ്രവർത്തകരെ എങ്ങനെയാണ് ഇവരൊന്ന് കാണാൻ ശ്രമിക്കുക? നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മളെ വാർഡുകളിൽ ഒരു MLA മുഖേന പരിഹരിക്കേണ്ടതുണ്ട്, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഖേന പരിഹരിക്കേണ്ടതുണ്ട്. നമ്മൾ എന്നും കൊല്ലങ്ങളോളം നമ്മൾ ആ ഒരു അഭിമാനകരമായ അസ്തിത്വം, അതിൻ്റെ പേരിൽ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. നമുക്ക് തന്നെ അഭിമാനമില്ലാതാണ്, അപമാനിതരാണ് നമ്മൾ തന്നെ പ്രവർത്തിക്കുന്നത്. പിന്നെ എന്ത് അഭിമാനകരമായ അസ്തിത്വമാണ് നമ്മൾ ഈ പ്രവർത്തകരോട്, താഴെക്കടയിലുള്ളവരോട് എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ന് താഴെക്കടയിൽ MSFലുണ്ടാ, യൂത്ത് ലീഗിലുണ്ടാ? ഞങ്ങൾ ചേറ്റിപ്പുറമാട്ടിലൊന്നും സത്യത്തിൽ ആരുമില്ല. യൂത്ത് ലീഗിൻ്റെ ഒരു കമ്മിറ്റിയോ ഉണ്ടാക്കാനോ യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകരോ ആയിട്ടില്ല. മുമ്പ് ഉണ്ടായി വന്നേ ഞങ്ങൾ വാപ്പാര് ലീഗായി, അങ്ങനെ മക്കൾ ലീഗായ കുറച്ച് ആളുകൾ മാത്രം. അതുതന്നെ ഇവിടൊക്കെ ഒരു സത്യത്തിൽ ഇപ്രാവശ്യമൊക്കെ നമ്മളെ ബൂത്തിലൊക്കെ 127 വോട്ടാണ് ഭൂരിപക്ഷം. അതൊക്കെ ഒരു വൻ ഭൂരിപക്ഷമാണ്.
ചില്ലറ ഭൂരിപക്ഷം എന്നല്ല. കാരണം ഇതുപോലത്തെ ഒരു ബൂത്തിൽ പിന്നെ ഏകദേശം 300ഓളം ഹിന്ദു വോട്ടും ആകെ 900 വോട്ടിൽ 300ഓളം ഹിന്ദു വോട്ടുള്ളൊരു വാർഡിൽ പിന്നെ ഈ സഭാഹ് AP വോട്ടൊക്കെ ഉള്ള സ്ഥലത്ത് അവരെ 400 വോട്ടിൽ ഒതുക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ 400 വോട്ടില്ല 300 വോട്ടിൽ ഒതുക്കാൻ കഴിഞ്ഞത് ഞങ്ങളൊക്കെ സാധാരണക്കാരെ പ്രവർത്തകരെ നേട്ടം തന്നെയാണ്. അല്ലാതെ ഷാജിൻ്റെ പ്രസംഗമോ പിന്നെ തങ്ങന്മാരെ ഇതോ ഒന്നും വെച്ചിട്ടൊന്നല്ല. അപ്പോൾ അതിന് താഴേക്കടിയിലുള്ള പ്രവർത്തകരെ മാനിക്കാതെ എന്ത് നേതൃത്വം മുന്നോട്ട് പോകില്ല? ഒരു ഗ്രാമസഭയിൽ ഒരു മണിക്കൂർ ആ ഗ്രാമസഭ തീരോളം പ്രസിഡന്റിന് ഇരിക്കാൻ സമയമില്ല, ഇരിക്കാൻ കഴിയണം. അപ്പോൾ ചോദിച്ചു മറ്റേ വാർഡ് 20-ാം വാർഡ് വെച്ചു. എന്തിനാ സമയമില്ലേ? 20-ാം വാർഡ് വേറൊരു സമയത്തും 23-ാം വാർഡ് വേറൊരു സമയത്തല്ലേ വെക്കേണ്ടത്? നമ്മളൊക്കെ 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടി എഴുതി കൊടുത്തിങ്ങനെ, അതൊന്ന് കേൾക്കാൻ പോലും അയാൾ 5 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് പോയി. അതാ നേതൃത്വം. അതുപോലെ തന്നെ ഇങ്ങനെ തിരക്കുള്ള ആളുകൾ ഒരു കണക്കിന് നമുക്ക് MLA മതിയായിരുന്നു, നമുക്ക് മന്ത്രി വേണ്ടിയില്ലായിരുന്നു. ഈ സഭ ഇനിയും വരൂലേ ജനങ്ങളോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട്? വികസന കാര്യത്തിലും ഈ റോഡിൻ്റെ കാര്യത്തിലും ഇതിലൊന്നും ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളും ഇല്ലാതെ കുറച്ച് ആളുകൾക്ക് പിന്നെ കോണ്ടാക്ട് കിട്ടാൻ വേണ്ടിയും കുറച്ച് ആളുകൾക്ക് സെക്രട്ടറി ആകാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങോട്ട് ഇപ്പോൾ ചാരിറ്റി വരും. ഈ ചാരിറ്റി വരുമ്പം ഈ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറുണ്ടോ? അപ്പോൾ നമ്മളെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ നാളെ നമ്മളൊരു കത്തിന് വേണ്ടി പോയപ്പോൾ ലെറ്റർ പേഡ് ഇല്ല പാർട്ടിൻ്റെ അടുത്ത്. 2 ദിവസം നടന്നു ഒരു കത്ത് കിട്ടാൻ. ഇതുപോലെ പരിതാപകരമായ അവസ്ഥയായ ഒരു കമ്മിറ്റി എന്തെങ്കിലും വന്നിക്കണം. ഒന്നും ആൾക്കാരായിട്ട് ഇവരടുത്തേക്കൊന്നും കൊണ്ടുപോകാനും ഒരഭിപ്രായം പറയാനുള്ള യോഗം ഇല്ലാതെ കട്ടെ. അല്ലാതെ ഇരുന്നാലും എന്താ അറിയോ, നമ്മൾ നാളെ മറ്റന്നാൾ വോട്ട് ഇനി തിരഞ്ഞെടുപ്പ് വരൂലേ, ഇനി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരൂലേ? ET 3 ലക്ഷം വോട്ടിന് ജയിച്ചു പോയിക്കണം ഇവിടുന്ന്. ഈ വേങ്ങര മണ്ഡലത്തേക്ക് എന്താണ് ET കൊണ്ടുവന്നത്, ഈ 2 കൊല്ലം കൊണ്ടുവന്നത് എന്നുള്ള ഒന്ന് ആരെങ്കിലും ഒന്നും എനിക്കറിയില്ല. ഉണ്ടാവും ചിലപ്പോൾ. ഒന്ന് പറഞ്ഞെന്നാൽ നന്നായിരുന്നു. ETൻ്റെ MP ഫണ്ടിൽ നിന്ന് വേങ്ങര മണ്ഡലത്തിൽ നിന്ന് വേങ്ങര പഞ്ചായത്തേക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയോ എന്നുള്ളത് ഒന്ന് പറഞ്ഞെന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം ഇതിലൊന്നും ഇടപെടലില്ല പൊതുവെ. പക്ഷേ ഇതിൻ്റെ മുന്നിൽ കുഞ്ഞ് ഫോർവേഡ് ചെയ്ത ഒരു വ്യക്തമായ നല്ലൊരു കാഴ്ചപ്പാടുള്ള ഒരു സംഗതിയാണ്. അത് കണ്ടപ്പോൾ മാത്രം പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് ഇത് വേറെയുള്ള നമ്മൾ തെറ്റിപ്പുറം IML ഗ്രൂപ്പിലാണ്, ഇതുകൊണ്ട് ഇറക്കിടില്ല. മറ്റുള്ള ഗ്രൂപ്പിലാണെങ്കിൽ ഇതിനെപ്പറ്റി ടാർഗറ്റ് ചെയ്യാനും കാര്യങ്ങൾ പറയാനൊക്കെ ആളുണ്ടാവും. നമ്മളെ പഞ്ചായത്ത് ഭരണസമിതി, പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി, മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി പരിപൂർണ പരാജയമാണ്. നമ്മൾ കുറച്ചു കാലമായി പാണക്കാട് തങ്ങന്മാരെ പവറും ഇതും പറഞ്ഞിട്ട് മാത്രം ആൾക്കാരെ നിലനിർത്തുക പാർട്ടിയിൽ. അതും അന്യം നിന്ന് പോകണേ. അവിടുത്തെ ഓരോരോ കാട്ടിക്കൂട്ടലുകൾ പുറത്തേക്ക് വരുന്നത് കണ്ടാൽ അതും അന്യം നിന്ന് പോകുന്ന അവസ്ഥയാണ്. അത് മാത്രമല്ല അതുപോലെ വ്യക്തിപരമായ കാര്യമാണ്. എന്നാലിപ്പോൾ ഇന്നാളിപ്പോൾ പിന്നെ അബ്ബാസ് അലി ശാബ്ദങ്ങളെ മോൻ്റെ എന്തൊരു കല്യാണം കഴിഞ്ഞു. അതിപ്പോൾ എന്നോട് പറയേണ്ട കാര്യമല്ല പറയേണ്ടത്. നമ്മളെ മുന്നിൽ കൂടെ ഇങ്ങനെ പിണറായി പോവാണ്, കോടിയേരിൻ്റെ പിണറായി പോണ്, റിയാസ് പോണ്, സതീശൻ ഓക്കെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാക്കൾ മുഴുവൻ പോണ്, BJPൻ്റെ നേതാക്കൾ പോണ്. ഞങ്ങളന്ന് ചേറ്റിപ്പുറമോട് പള്ളിയിൽ തന്നെ നമ്മളെ നിസ്കരിക്കാൻ അവിടുത്തെ ഈ കാസർഗോഡ് കോഴിക്കോട് ഭാഗങ്ങളിലുള്ള KMCCൻ്റെ ഒട്ടുമിക്ക നേതാക്കളൊക്കെ സാമ്പത്തികമുള്ളവർ. അപ്പോൾ ഇവർ മാത്രം മാറ്റിയോ ഒരു ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പിന്നെ എൻ്റെ കല്യാണത്തിന്? ഇവർ എന്താ ഒരു പഞ്ചായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വാർഡിൽ നിന്ന്, ഒരു പഞ്ചായത്തിൽ നിന്ന്, വേങ്ങര പഞ്ചായത്തിൽ നിന്ന് ഒരു വാർഡ് പ്രസിഡന്റിന് സെക്രട്ടറിന് ജസ്റ്റ് വിളിച്ചാൽ 46 ആളുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു 6-7 പഞ്ചായത്തിൽ നിന്ന് ഈ വേങ്ങര മണ്ഡലത്തിൻ്റെ പരിസരത്തും കൂടെ ആയതുകൊണ്ട് ഈ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചാൽ ഒരു 150 സാധാരണക്കാർ ആ കല്യാണത്തിന് ചെന്നാൽ അത് സാമ്പത്തികമായിട്ട് ഒരു തകരുമോ? ഇല്ലല്ലോ. അപ്പോൾ ജനങ്ങളോടുള്ള പ്രതിബദ്ധത അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഭയങ്കര ഒരു സംഭവം അവിടുത്തെ പിന്നെ ജനങ്ങളോടുള്ള കാരുണ്യം ഒഴുകേണ്ടത്, പിന്നെ അവിടുത്തെ മറ്റുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഇവർക്ക് പറ്റിയ ആളുകളെ മാത്രം മതി, ഒരു സാധാരണക്കാരനെ ആർക്കും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ
ഇപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് സിഫിയാക്കിയ മോനൊക്കെ കണ്ടു കല്യാണത്തിന്. ഓലൊക്കെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമുള്ള ആളുകളെ മാത്രമൊന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ നേതാക്കൾ ഒരു കല്യാണമൊക്കെ വെക്കുമ്പോൾ പുറത്തുനിന്ന് എത്രയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ള ഇവരൊക്കെ ഫേസ്ബുക്കിലും മറ്റുള്ള ഇതിലും കളിയാക്കണ എത്രയോ പ്രവർത്തകരും എത്രയോ ആൾക്കാരും അവിടെ വരുന്നുണ്ട്. നമ്മൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ആ നാലയലത്ത് പോലും എത്താൻ ഒരിതില്ല. എന്നിട്ട് അത് പോട്ടെ, ഇങ്ങോട്ട് ഇവർ നമ്മളൊരു കല്യാണത്തിന് ക്ഷണിച്ചാൽ നിൽക്കാതില്ലെങ്കിൽ വരൂല. ഇതൊക്കെ തിരിച്ചറിയാതിരുന്നാലും മുസ്ലിം ലീഗ് എത്രയെന്നോ, നമ്മളൊക്കെ എന്നും മുസ്ലിം ലീഗായിട്ട് തന്നെ നിലക്കും. ഇവരാരൊക്കെ എന്തൊക്കെ ചെയ്താലും അതൊക്കെ നമ്മളൊക്കെ രക്തത്തിൽ അരിഞ്ഞു ചേർന്ന് നമ്മളൊക്കെ വാപ്പാര് കാണിച്ചു തന്ന മാതൃക മുസ്ലിം ലീഗ് അല്ലാത്തതിലും നല്ലൊരു പാർട്ടി വേറെ ഇല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ സാധാരണക്കാരോട് കാണിക്കുമ്പോൾ അടക്കി വേണം അവധിയും സ്റ്റാലിനും വരെ വീണു. കോൺഗ്രസ് വീണ തുല്യം. 400 സീറ്റുള്ള കോൺഗ്രസ് 100. എന്തെല്ലാം നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ചെയ്തു സ്റ്റാലിൻ, MK സ്റ്റാലിൻ. 8000 വോട്ടിനാണ് തോറ്റത്. ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആവും മമതാ ബാനർജി എന്ന് ഞാനൊക്കെ കമൻ്റൊക്കെ മനസ്സിലുണ്ടായില്ലേ. ആ മമതാ ബാനർജിയാണ് ഇന്ന് തോറ്റത്. വീട്ടുതടങ്കലിൽ കൈയുണ്ടത്. നമ്മൾ പിണറായിൻ്റെയും മറ്റുള്ളവരെയും തോൽവി മാത്രം കണക്കിലെടുത്താൽ പോരാ. നമ്മളെ നേതാക്കന്മാർ ഇതുപോലുള്ള പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ ഈ ഒഴിവില്ലാത്ത കാട്ടിക്കൂട്ടലും ഈ ജനങ്ങളോടുള്ള ധാർഷ്ട്യം കാണിക്കുകയാണെങ്കിൽ ഈ പാർട്ടി അന്യം നിന്ന് പോകാൻ ഒരു പണി ഉണ്ടാവില്ല. ഈ വോയിസ് കുറച്ച് ഓവറായി, ക്ഷമിക്കണം പ്രവർത്തകർ.